ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ തുടങ്ങിയ സംരംഭം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറുതായിട്ട് ഒരു രീതിയിൽ അച്ചാറിൻ്റെ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇതാണ് സാധനം. ഇത് ബീഫ് അച്ചാറാണ്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക എത്ര റേറ്റാണെന്നുള്ളത്. അതൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതുള്ളത് മിക്സ്ഡ് അച്ചാറാണ്. മിക്സ്ഡ്, അതായത് പപ്പായ, ക്യാരറ്റ്, മാങ്ങ ഇതൊക്കെ വരുന്നതാണിത്. ഇപ്പോൾ ഈ രണ്ട് അച്ചാറുകളും നിലവിൽ എല്ലാ അച്ചാറുകളും ഉണ്ട്. കാരണം ചെമ്മീനുണ്ട്, മറ്റേ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു സംരംഭമാണ്. പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് ആൾക്കാർ ഇതേപോലെ കഷ്ടപ്പെട്ട് മോണിറ്റൈസേഷൻ ആക്കാനും അല്ലാതെ എല്ലാവരും ലൈവിൽ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാർ. എന്തിനാണ് നിങ്ങൾ അവിടെ വന്നിട്ട് ബാഡ് കമൻ്റ് ഇടുന്നത്? കുറേ ആൾക്കാർ വന്നിട്ട് കുറേ ബാഡ് കമൻ്റ് ഇടുക. അതിനെക്കൊണ്ട് എന്താ ഇവർക്ക് നേട്ടം എന്നുള്ളത് അറിയില്ല. കാരണം ചുമ്മാ ഒരാൾ അനങ്ങാതെ ലൈവിൽ ഇരിക്കുമ്പോൾ അവിടെ വന്നിട്ട് ബാഡ് കമൻ്റ് ഇടുക. എന്താ കാര്യം? അവരെന്തൊക്കെ ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. അവരെ ജോലി അവിടെ ഇരിക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ്? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈവിൽ പോയിട്ട് വീഡിയോ കാണുക, അവരെ കാണുക. ഇല്ലെങ്കിൽ താല്പര്യമില്ല, കാണണ്ട, അത്രയല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ അവിടെ വന്നിട്ട് ബാഡ് കമൻറ്റ് ഇടുന്നത്? അപ്പോൾ അത് ഭയങ്കര തെറ്റല്ലേ? എന്തിനായത്? നമ്മൾ ഒരാൾക്ക് ഉപദ്രവം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ഉപദ്രവം എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അതുകൊണ്ട് എന്തിനാണ് അതെല്ലാവരും ഇങ്ങനെ എന്താ പറയുക, പ്രായമായ അമ്മേൻ്റെ ലൈവിലും അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈവിലൊക്കെ പോയിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുക, ബാഡ് കമൻറ്റ്? എന്താ ഇവർക്ക് ഇതിനെ കൊണ്ട് നേട്ടമൊന്നും അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം നമുക്കിപ്പോൾ എല്ലാവരെയും നന്നാക്കാനൊന്നും പറ്റില്ല. നമ്മൾ കണ്ട കാര്യങ്ങൾ പറഞ്ഞ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അച്ചാർ ഇഷ്ടം ഒന്ന് അച്ചാർ വാങ്ങിക്കണം കേട്ടോ. സൂപ്പർ അച്ചാറാണ്. ഇതാ ബീഫ് അച്ചാറാണിത്. അതേപോലെ ഇതാണ് എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് ആരെങ്കിലും വാങ്ങിക്കൂ, സപ്പോർട്ട് ചെയ്യൂ. അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഇനി മുന്നോട്ട് നല്ല നല്ല വീഡിയോസായിട്ട് മുന്നോട്ട് വരുന്നതാണ്. നാളെ ഓണപ്പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പരിപാടിയിലൊക്കെ ഇടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. പിന്നെ അപ്പോൾ വേറൊന്നുമില്ല. ഓക്കെ, ബൈ ബൈ.